യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൻ്റെ ജനീവയിൽ വെച്ച് നടന്ന 2017 സമ്മേളനത്തിൽ അന്നത്തെ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ സ്റ്റേറ്റ് സ്പോൺസേർഡ് ടോർച്ചറുകൾ ഇന്ത്യയുടെ നിലപാട് അറിയിച്ചത് ഇപ്രകാരമാണ്. ഇന്ത്യ ഗാന്ധിയുടെയും ബുദ്ധൻ്റെയും നാടാണ്. India believes in peace, non-violence, and upholds human dignity. The concept of torture is completely alien to our culture and it has nothing to do with the governance of the nation. പക്ഷേ ഇതേ ഇന്ത്യയിൽ തന്നെയാണ് കഴിഞ്ഞ മാസം തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ ജയരാജിനും ബെനിക്സിനും പോലീസിന്റെ ക്രൂരമർദ്ദനത്താൽ സ്വന്തം ജീവൻ വെടിയേണ്ടി വന്നത്. അതേ ഇന്ത്യയിൽ തന്നെയാണ് ഇന്നും ആയിരങ്ങൾ സ്റ്റേറ്റ് സ്പോൺസർഡ് കൊലപാതകങ്ങൾക്ക് വിധേയരാകുന്നത്. സ്വന്തം കാവലാളാകേണ്ട വ്യവസ്ഥിതിയാൽ തന്നെ മരണമടയുന്ന, കൊല ചെയ്യപ്പെടുന്ന മനുഷ്യരെ പറ്റിയാണ് ഇന്ന് ആർഗ്യുമെന്റേറ്റീവ് മല്ലു സംസാരിക്കുന്നത്. നമസ്കാരം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2018 കണക്ക് പ്രകാരം ഇന്ത്യയിലെ കസ്റ്റഡി മരണങ്ങളുടെ എണ്ണം 70. അതേസമയം നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ 2017-18 കാലയളവിലെ കണക്ക് പ്രകാരം അത് 148. ഔദ്യോഗിക കണക്കുകളിൽ പോലുമുള്ള ഈ വൈരുദ്ധ്യങ്ങൾ ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ അവശേഷിപ്പിക്കുന്നു. ഇതിൽ തന്നെ എത്ര കേസുകൾ ക്രിയാത്മകമായ അന്വേഷണം നടക്കുന്നുണ്ടെന്നതും എത്ര കേസുകൾ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ടെന്നതും ഒരു വലിയ സിസ്റ്റത്തെ തന്നെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നു. ജയരാജിൻ്റെയും ബെനിക്സിൻ്റെയും മരണങ്ങൾ, കൊലപാതകങ്ങൾ ആ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളുടെ ഭാഗമായി രാത്രി 8 മണി കിടക്കേണ്ട കഥ അടയ്ക്കാൻ 10 മിനിറ്റ് വൈകി എന്ന കാരണത്താലാണ് സാത്താൻകുളം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ ജയരാജിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നീട് അത് അന്വേഷിക്കാൻ സാത്താൻകുളം പോലീസ് സ്റ്റേഷനിലെത്തിയ ജയരാജിൻ്റെ മകൻ ബെനിക്സിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയുണ്ടായി. പിന്നീട് 4 ദിവസങ്ങൾക്കു ശേഷം പുറം ലോകം അറിയുന്നത് ഇരുവരുടെയും മരണവാർത്തയാണ്. ഒരുപക്ഷെ മറ്റേതൊരു സ്വാഭാവിക മരണവും പോലെ ഒരു സാധാരണ കസ്റ്റഡി മരണമായി ഇതും പോലീസ് രേഖകളിൽ ഒതുങ്ങിപ്പോയേനെ. ജയരാജും ബെനിക്സും ഇന്ന് ഇത്രയേറെ ചർച്ചയാവുന്നത് സാത്താൻകുളം പോലീസ് സ്റ്റേഷനിലെ രേവതി എന്ന കോൺസ്റ്റബിളിൻ്റെ ധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ്. BBC-യുടെ തമിഴ് എഡിഷൻ രേവതിയെ വിശേഷിപ്പിച്ചത് ഇരുട്ടിലും ഒളിപ്പായ്ത്തുള്ള നക്ഷത്രം എന്നാണ്. സ്വന്തം സഹപ്രവർത്തകരുടെ ക്രൂരതയ്ക്ക് മുന്നിൽ കണ്ണടയ്ക്കാതെ തനിക്ക് ഭാവിയിൽ നേരിടേണ്ടി വരുന്ന ഭീഷണികളെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ മനുഷ്യത്വത്തിൻ്റെ വെളിച്ചം പരത്താൻ രേവതി എന്ന കോൺസ്റ്റബിൾ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായി മൊഴി കൊടുത്തത് കൊണ്ട് മാത്രവും പിന്നീട് മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ച് സ്വമേധ്യാ കേസെടുത്തത് കൊണ്ടുമാണ് ഇന്ന് ജയരാജും ബെനിക്സും ഇത്രമേൽ ചർച്ചയാവുന്നത്. ഈ വിഷയത്തെ 5 പോലീസുകാരുടെ ക്രൂരതയായി മാത്രം കാണുന്നിടത്തു നിന്നും ഒരു വലിയ സിസ്റ്റത്തിൻ്റെ അപജയമായി, സിസ്റ്റമിക് മർഡറുകളായി ഈ കൊലപാതകങ്ങളെ കാണുവാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കൂ. സാത്താൻകുളത്തെ ഇരട്ട കൊലപാതകത്തിന് കാരണക്കാർ പ്രതി ചേർക്കപ്പെട്ട 5 പോലീസുകാർ മാത്രമല്ല. അന്ന് സാത്താൻകുളം പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ബാക്കി പോലീസുകാരെല്ലാവരും ജയരാജിനെയും ബെനിക്സിനെയും ദേഹപരിശോധനയ്ക്ക് പോലും വിധേയരാക്കാതെ റിമാൻഡ് ചെയ്ത സാത്താൻകുളം മജിസ്ട്രേറ്റും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സാത്താൻകുളം പോലീസ് സ്റ്റേഷനിൽ തെളിവെടുപ്പിന് വന്ന കോവിൽപ്പെട്ടി മജിസ്ട്രേറ്റിനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചവരും തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചവരും എല്ലാം തന്നെ ജയരാജിൻ്റെയും ബെനിക്സിൻ്റെയും കൊലപാതകത്തിന് കാരണമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരു സിസ്റ്റമിക് മർഡറായി മാറുന്നത്. ഇവരെല്ലാവരും തന്നെ ജയരാജിൻ്റെയും ബെനിക്സിൻ്റെയും ജീവൻ സംരക്ഷിക്കാൻ ഭരണഘടനാപരമായി ഉത്തരവാദിത്തമുള്ളവരായിരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. കേസിലെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടതുകൊണ്ടോ ജയരാജിൻ്റെയും ബെനിക്സിൻ്റെയും കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകിയതുകൊണ്ടോ മാത്രം മാറുന്നതല്ല ശരിക്കുമുള്ള പ്രശ്നം. നമുക്ക് വേണ്ടത് ശക്തമായ നിയമനിർമ്മാണങ്ങളാണ്. 1981 ഫ്രാൻസിസ് മർലിൻ വേഴ്സസ് യൂണിയൻ ടെറിട്ടറി ഓഫ് ഡൽഹി കേസിലും 1987 ഷീല ബാർസെ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര കേസിലും സുപ്രീം കോടതി പീഡനത്തെ നിരീക്ഷിക്കുന്നത് ആർട്ടിക്കിൾ 21 ലംഘനമായാണ്. 1997 തന്നെ UN കൺവെൻഷൻ അഗൈൻസ്റ്റ് ടോർച്ചറിൽ ഒപ്പുവെച്ച രാജ്യമാണ് ഇന്ത്യ. എന്നാൽ അതിന് 21 വർഷങ്ങൾക്കു ശേഷവും സ്വന്തം പൗരന്മാരെ
കസ്റ്റഡി മരണങ്ങളിൽ നിന്നും വ്യാജ ഏറ്റുമുട്ടലുകളിൽ നിന്നും രക്ഷിക്കാൻ കാര്യമായ ഒരു നിയമനിർമ്മാണവും നമ്മുടെ പാർലമെന്റിൽ നടന്നിട്ടില്ല എന്നത് വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നതാണ്. നാട്ടിൽ ക്രമസമാധാനം നിലനിർത്താൻ അത്യാവശ്യം പോലീസ് ബ്രൂട്ടാലിറ്റിയൊക്കെ ആകാം എന്ന് സ്റ്റേറ്റ് തന്നെ പോലീസിനോട് പറയുന്നതിന് തുല്യമാണത്. ഒരുപക്ഷെ മലയാളികൾക്ക് ലോക്കപ്പ് മർദ്ദനമെന്നും ഉരുത്തിക്കൊലയെന്നും കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് 1977 രാജൻ കൊലക്കേസാണ്. 1976 മാർച്ച് 1 അടിയന്തരാവസ്ഥ കാലത്താണ് പി രാജൻ എന്ന റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ വിദ്യാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നീട് രാജൻ്റെ പിതാവ് പ്രൊഫസർ ഈശ്വര വാര്യർക്ക് അന്യായമായി കസ്റ്റഡിയിലെടുക്കപ്പെട്ട സ്വന്തം മകനെ വിട്ടുകിട്ടാൻ വേണ്ടി കേരള ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് റിട്ട് സമർപ്പിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് രാജനെ 1977 ഏപ്രിൽ 21 ഹാജരാക്കാൻ കോടതി ഉത്തരവായെങ്കിലും രാജനെ ഹാജരാക്കുവാൻ പോലീസിനോ സർക്കാരിനോ കഴിഞ്ഞില്ല. അതിനെ തുടർന്ന് രാജനെ കസ്റ്റഡിയിലെടുത്തിട്ടേയില്ല എന്ന് കോടതിക്ക് കള്ള സത്യവാങ്മൂലം നൽകിയ അന്നത്തെ കേരള മുഖ്യമന്ത്രി കെ കരുണാകരന് തൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം വച്ചൊഴിയേണ്ടി വന്നു. പിന്നീട് രാജൻ മാർച്ച് 2 തന്നെ ലോക്കപ്പിൽ ക്രൂരമർദ്ദനത്താൽ കൊല ചെയ്യപ്പെട്ടു എന്ന് സഹ തടവുകാർ പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. കരുണാകരൻ്റെ രാജിയോട് ഈശ്വര വാര്യർ എന്ന പിതാവ് പ്രതികരിച്ചത് ഇപ്രകാരമാണ്: ഈ രാജ്യത്തെ ഓരോ കുട്ടിയും എൻ്റെ രാജൻ്റെ പ്രതിരൂപങ്ങളാണ്. എൻ്റെ രാജന് സംഭവിച്ചത് മറ്റൊരു കുട്ടിക്കും സംഭവിക്കരുത്. ഞാൻ അനുഭവിച്ചത് മറ്റൊരു പിതാവും അനുഭവിക്കാൻ ഇടവരരുത്. അതിനുവേണ്ടി ഞാൻ മരണം വരെ പോരാടുക തന്നെ ചെയ്യും. പക്ഷേ ആ പിതാവിൻ്റെ പരിശ്രമങ്ങൾ എത്ര കണ്ട് സഫലമായി എന്നതിന് ഉത്തരം നൽകേണ്ടത് ചരിത്രമാണ്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ 2018-19 കണക്ക് പ്രകാരം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പോലീസ് കസ്റ്റഡി മരണങ്ങളുടെ എണ്ണം 8ആണ്. ജുഡീഷ്യൽ കസ്റ്റഡി മരണങ്ങളുടേത് 33. സോഷ്യൽ മീഡിയയിൽ വിവിധ പ്ലാറ്റ്ഫോമുകൾ വഴി പോലീസ് മാമന്മാർ ജനങ്ങളുമായി സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോഴും പോലീസ് മാമൻ എന്നത് സോഷ്യൽ മീഡിയയിലെ മിത്താണെന്നുള്ളതും സാധാരണക്കാർക്ക് പോലീസ് എന്നത് ഭയത്തിൻ്റെയും ഏമാൻ വിളിയുടെയും ഒക്കെ പര്യായമായി മാറുന്നതുമാണ് പോലീസിംഗ് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അത്രമേൽ പേട്രിയാർക്കലായ സോഷ്യൽ സ്റ്റീരിയോ ടൈപ്പുകളെ ആഘോഷമാക്കുന്ന ഒരു കൂട്ടം ഇന്നും പോലീസിൽ ഉണ്ടെന്നുള്ളത് തന്നെയാണ് പോലീസുകാരെ ഭയത്തിൻ്റെ പര്യായമാക്കുന്നത്. പോലീസ് സ്റ്റേഷനുകളെ ഭയത്തോടെ മാത്രം കയറി ചെല്ലേണ്ട ഇടങ്ങളാക്കുന്നത്. സമൂഹത്തിൽ നിലനിൽക്കുന്ന സ്റ്റീരിയോ ടൈപ്പുകൾ പോലീസിനുള്ളിലേക്ക് കടന്നു ചെന്നാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ദൂരവ്യാപകമാണ്. അതിനേറ്റവും വലിയ ഉദാഹരണമാണ് തൃശ്ശൂരിൽ പോലീസിൻ്റെ ക്രൂരപീഡനത്താൽ ആത്മഹത്യ ചെയ്ത വിനായകൻ എന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതം. 2017 ജൂലൈയിലാണ് 19 വയസ്സുകാരനായ വിനായകൻ എന്ന ചെറുപ്പക്കാരന് മുടി നീട്ടി വളർത്തിയ മുടിയിൽ ചായം പൂശിയതിൻ്റെ പേരിൽ, വഴിവക്കിലൊരു പെൺകുട്ടിയോട് നിന്ന് സംസാരിച്ചതിൻ്റെ പേരിൽ മാലപൊത്തിക്കൽ സംഘത്തിൽ ഒരുവനെന്ന് പറഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് പോലീസ് സ്റ്റേഷനിലെ ക്രൂരപീഡനങ്ങൾക്കു ശേഷം അവൻ ചെയ്ത വലിയ പാപമായ മുടി നീട്ടി വളർത്തിയതിനുള്ള ശിക്ഷയായി അവൻ്റെ മുടി മുറിച്ചതിനു ശേഷമാണ് പോലീസ് വിനായകനെ വീട്ടിലേക്ക് അയക്കുന്നത്. പിന്നീട് കുറച്ചു ദിവസങ്ങൾക്കു ശേഷം സ്വന്തം വീട്ടിൽ വിനായകൻ ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോഴും അവൻ്റെ ദേഹത്ത് പോലീസ് സ്റ്റേഷനിലെ ക്രൂരപീഡനത്തിൻ്റെ തിരുശേഷിപ്പുകൾ ബാക്കിയായിരുന്നു. സമൂഹത്തിൽ നിലനിൽക്കുന്ന മോറൽ പോലീസിംഗ് അതിൻ്റെ ഏറ്റവും ഭീകരമായ രൂപം കൈവരിക്കുന്നത് പോലീസ് സ്റ്റേഷനുകളിൽ എത്തിച്ചേരുമ്പോഴാണ്. അത് പോലീസുകാർക്കിടയിൽ പ്രവർത്തിക്കുമ്പോഴാണ്. സ്വന്തം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമേകേണ്ടവർ അവരുടെ മുടി മുറിക്കുവാൻ കത്രിക എടുക്കുമ്പോൾ, അവരുടെ ചുംബനങ്ങൾക്കിടയിൽ ലാത്തി വീശുമ്പോൾ, രാത്രി പുറത്തിറങ്ങുന്ന മനുഷ്യരെ സോഷ്യൽ ഓഡിറ്റിന് വിധേയരാക്കുമ്പോൾ അവിടെ തകർന്നു വീഴുന്നത് ജനാധിപത്യം തന്നെയാണ്. ഈ മഹാമാരിയുടെ കാലത്ത് ആരോഗ്യ പ്രവർത്തകരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നമുക്ക് സംരക്ഷണമേകിയ ഒരുപാട് പോലീസുകാരുണ്ടായിട്ടും പോലീസിങ്ങിൻ്റെ മറുമുഖം അത്രമേൽ മനുഷ്യത്വരഹിതമായതുകൊണ്ടാണ് ഇത് നമുക്ക് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയപ്പോൾ മലദ്വാരത്തിലൂടെ ഉള്ള രക്തസ്രാവം കാരണം ജയരാജിനും ബെനിക്സിനും തുടരെ മാറ്റേണ്ടി വന്ന 7ഓളം ലുങ്കികളിൽ പടർന്ന ചോര
അതിന് സാക്ഷിയാണ്. തേങ്ങയിൽ തുണിചുറ്റി അടിക്കുന്ന ബിജു പോലീസിന് നമുക്ക് കൈയടിക്കാതിരിക്കാം. ജനങ്ങളെ ഏത്തമതിച്ചു സുഖിക്കുന്ന പോലീസ് ഏമാന്മാരെ പ്രോത്സാഹിപ്പിക്കാതെ ഇരിക്കാം. ഞാൻ പള്ളിയിലച്ചനല്ല, പോലീസാണ്, ഞാൻ നല്ല ഇരിക്കുമെന്ന് ബിജു പോലീസ് പറയുമ്പോൾ പോലീസായാലും പള്ളിയിലച്ചനായാലും ജനങ്ങളുടെ മേൽ കൈവയ്ക്കാൻ അവർക്ക് അവകാശമില്ല എന്ന് ബോധവാന്മാരായിരിക്കാം. പോലീസ് മീശ വിരിച്ച് വടിയുമെടുത്ത് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ അവരെ മാസ് BGM ഇട്ട് ഹീറോക്കളാക്കാതിരിക്കാം. ഇത് ജയരാജിലും ബെനിക്സിലും തുടങ്ങുന്ന ജീവിതങ്ങളല്ല. ഇത് ജയരാജിലും ബെനിക്സിലും അവസാനിക്കട്ടെ എന്ന് പറയാനും നിർവാഹമില്ല. കാരണം ഇന്ത്യയൊട്ടാകെ ലോകം മർദ്ദനങ്ങളുടെയും കൊലപാതകങ്ങളുടെയും വാർത്തകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ എത്രമാത്രം ഒരു ജനാധിപത്യ സമൂഹമെന്ന നിലയിൽ ഇനിയും മുന്നോട്ടു പോകാനുണ്ടെന്ന് ബോധവാന്മാരായിരിക്കാം. അങ്ങനെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാം. നന്ദി.